ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ EVS പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ് എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു യൂണിറ്റിലെ മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതിൽ വരുന്ന ഭാഗങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മളവിടെ ഒരു ഒബ്സർവേഷൻ ഡയറി വായിച്ചിട്ടുണ്ടാവും അല്ലേ. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ തന്നിരുന്നു. വിച്ച് ഓർഗാനിസംസ് ഡിഡ് യു സീ ഇൻ ദ പോണ്ട്? പോണ്ടിൽ കാണുന്ന ഓർഗാനിസംസ് ഏതാണ്? ജീവികൾ ഏതൊക്കെയാണ്? ഫിഷ്, ഫ്രോഗ്, ക്രാബ്സ്, സ്നെയിൽസ്, വാട്ടർ സ്നേക്സ് ആൻഡ് വാട്ടർ ഇൻസെക്ട്സ് വേർ ദ ലിവിങ് തിങ്സ് സീൻ ഇൻ ദ പോണ്ട് അല്ല. ഇതൊക്കെ പോണ്ടിൽ കുളത്തിൽ കാണുന്ന ജീവികളാണ്. വിച്ച് ഓർഗാനിസംസ് ലിവ്ഡ് ഓൺ ദ ട്രീ? ഇനി ട്രീയിൽ കാണുന്ന ഓർഗാനിസംസിനെയാണ് ചോദിച്ചിട്ടുള്ളത്. ദ ലിവിങ് തിങ്സ് സീൻ ഓൺ ദ ട്രീ വേർ ബേർഡ്സ്, സ്ക്യുരൽസ്, ചെമിലിയോൺസ്, സ്പൈഡേഴ്സ് ആൻഡ് ആൻസ് അല്ലേ. അപ്പോൾ എന്തൊക്കെ പഠിച്ചു? ട്രീസിൽ കാണുന്ന ഓർഗാനിസംസ് പഠിച്ചു. അതുപോലെ തന്നെ എന്താണ് പോണ്ട് കുളത്തിൽ കാണുന്ന ഓർഗാനിസംസും പഠിച്ചു. ഡു ഓൾ ഓർഗാനിസംസ് നീഡ് എ പ്ലേസ് ടു ലിവ്? എല്ലാ ഓർഗാനിസംസിനും ഒരു സ്ഥലം ആവശ്യമാണോ ജീവിക്കാൻ? യെസ്, ഓൾ ലിവിങ് തിങ്സ് നീഡ് എ പ്ലേസ് ടു ലിവ്. എല്ലാ ലിവിങ് തിങ്സിനും പ്ലേസ് ആവശ്യമാണ്. എവറി ലിവിങ് തിങ്സ് നീഡ് എ പ്ലേസ് വേർ ഇറ്റ് ക്യാൻ ഗെറ്റ് ദ ഫുഡ്, വാട്ടർ ആൻഡ് ഷെൽട്ടർ ഇറ്റ് നീഡ്സ് ടു സർവ് യു. ക്യാൻ ഓർഗാനിസംസ് ദാറ്റ് ലിവ് ഇൻ വാട്ടർ ആൾസോ ലിവ് ഓൺ ലാൻഡ്? അതായത് വാട്ടറിൽ ജീവിക്കുന്ന ജീവികൾക്ക് ലാൻഡിൽ ജീവിക്കാൻ കഴിയുമോ? നോട്ട് ഓൾ ലിവിങ് തിങ്സ് ദാറ്റ് ലിവ് ഇൻ വാട്ടർ ക്യാൻ ലിവ് ഓൺ ലാൻഡ്. എല്ലാ ജീവികൾക്കും കഴിയില്ല. പക്ഷേ ആനിമൽസ് ലൈക്ക് ഫിഷ് കാനോട്ട് ലിവ് ഓൺ ലാൻഡ് അല്ലേ. ഫിഷിന് ജീവിക്കാൻ കഴിയില്ല. ബട്ട് സം ആനിമൽസ് ലൈക്ക് ഫ്രോഗ്സ് ആൻഡ് ക്രോക്കോഡൈൽ ക്യാൻ ലിവ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ ബിക്കോസ് ദെയർ ബോഡീസ് ആർ മെയ്ഡ് ഇൻ എ വേ ദാറ്റ് സ്യൂട്ട്സ് ബോത്ത് അല്ലേ. അവരുടെ ബോഡി അതിനനുസരിച്ചിട്ടുള്ളതിലാണ് അല്ലേ. അങ്ങനെയുള്ള ജീവികൾക്ക് ജലത്തിൽ മാത്രം ജീവിക്കാൻ കഴിയുള്ളൂ. വൈ കാൺ ഫിഷ് ലിവ് ഓൺ ലാൻഡ്? എന്തുകൊണ്ടാണ് ഫിഷിന് ലാൻഡിൽ ജീവിക്കാൻ കഴിയാത്തത്? ഫിഷ് കാൺ ലിവ് ഓൺ ലാൻഡ് ബിക്കോസ് ദേ ബ്രീത്ത് ത്രൂ ഗ്രിൽസ് അല്ലേ. അവർ ശ്വാസം എടുക്കുന്നത് അവരെ ഗ്രിൽസ് കൊണ്ടാണ് അല്ലേ. ചെളുക്ക അല്ലേ. വിച്ച് ഓൺലി വർക്ക് ഇൻ വാട്ടർ? അത് വെള്ളത്തിലേ വർക്ക് ചെയ്യുള്ളൂ. ഗിൽസ് കനോട്ട് ടേക്ക് ഇൻ ഓക്സിജൻ ഫ്രം ദ എയർ. എയറിൽ നിന്നും ആ ഗിൽസിന് ഓക്സിജൻ എടുക്കാൻ സാധിക്കില്ല അല്ലേ. നിങ്ങൾ ഫിഷിൻ്റെ മേത്ത് കണ്ടിട്ടില്ലേ ഗിൽസ്? അതുകൊണ്ടാണ് അവർ ശ്വസിക്കുന്നത്. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റില്ല, എയറിൽ നിന്നും ഓക്സിജൻ കിട്ടില്ല. ഇനി അടുത്തത് വൈ കാൺ ഫിഷ് ലീവ് ഓൺ ലാൻഡ്? എന്തൊക്കെ കാര്യങ്ങളാണ്? ഫിഷ് കാൺ ലീവ് ഓൺ ലാൻഡ് ബിക്കോസ് ദേ ബ്രീത്ത് ത്രൂ ഗിൽസ് വിച്ച് ഓൺലി വർക്ക് ഇൻ വാട്ടർ. ഗിൽസ് കാനോട്ട് ടേക്ക് ഇൻ ഓക്സിജൻ ഫ്രം ദ എയർ. അതുപോലെ തന്നെ ദ ബോട്ട് ലൈക്ക് ഷേപ്സ് വിത്ത് ബോത്ത് എൻഡ്സ് പോയിൻറ്റഡ് ആണ് അല്ലേ. അവിടെ ഷേപ്സ് ഒക്കെയാണ് അവിടെ പറയുന്നത്. വാട്ട് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഹാവ് യു ഒബ്സർവ്ഡ് ഇൻ ഫിഷ് ദാറ്റ് ഹെൽപ്പ് ദം ലിവ് ഇൻ വാട്ടർ? എന്തൊക്കെ കാര്യങ്ങളാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഫിഷിനെ? A boat-like shape helps fish move through water. Fins help to them swing അല്ല. അവരുടെ ആ ചെറിയ ചിറകുകൾ അവരെ സ്വിം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. എ സ്ലിമ്മി ബോഡി ഹെൽപ്സ് ടു ഗ്ലൈഡ്. ഗിൽസ് ഹെൽപ്സ് ദം ബ്രീത്ത് ഇൻ വാട്ടർ. ടൈറ്റ്ലി അറേഞ്ച്ഡ് സ്കാൾസ് അല്ലേ. സ്കാൾസ് പ്രൊട്ടക്റ്റ് ദം ഫ്രം ഹീറ്റ് ആൻഡ് കോൾഡ്. ടൈറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള സ്കാൾസ് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഹീറ്റിൽ നിന്നും കോൾഡിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഐസ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ഹെഡ് ഗീവ് ദം ഇൻ എ വൈഡർ വ്യൂ അല്ലേ. അവരെ ബോത്ത് സൈഡിലുള്ള ഐസ് വൈഡർ ആയിട്ടുള്ള വ്യൂസൊക്കെ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ ഫിഷ്? ഫിഷിൻ്റെ ഷേപ്പ് എന്താണ്? ദ ഷേപ്പ് ഓഫ് എ ഫിഷ് ഈസ് ലൈക്ക് എ ബോട്ട് അല്ലേ. ബോട്ട് പോലെയാണ്. ബോട്ടിൻ്റെ ഷേപ്പ് പോലെയല്ലേ മക്കളെ ഫിഷിൻ്റെ ഷേപ്പ്? അപ്പോൾ ദ ഷേപ്പ് ഓഫ് എ ഫിഷ് ഈസ് ലൈക്ക് എ ബോട്ട് എന്ന് പറയാം അല്ലേ. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ ഫിഷ്? ദ ഷേപ്പ് ഓഫ് എ ഫിഷ് ഈസ് ലൈക്ക് എ ബോട്ട്. ഹൗ ഡസ് ദിസ് ഷേപ്പ് ഹെൽപ്പ് ടു ഫിഷ് മൂവ് ഇൻ ടു ദ വാട്ടർ? എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത്? ദ ബോട്ട് ലൈക്ക് ഷേപ്പ് വിത്ത് ബോത്ത് എൻഡ്സ് പോയിൻറ്റഡ് അല്ലേ. പോയിൻറ്റഡ് ഷേപ്പാണ്. അപ്പോൾ രണ്ട് സൈഡും പോയിൻ്റാണ്. ഹെൽപ്സ് ദ ഫിഷ് ഗ്ലൈഡ് സ്മൂത്ത്ലി ത്രൂ ദ വാട്ടർ. സ്മൂത്തായിട്ട് വെള്ളത്തിൽ ചെയ്യാൻ പറ്റും? ഗ്ലൈഡ് ചെയ്യാൻ ഫിഷിന് സഹായിക്കും. ഒബ്സർവ് ദ ഷേപ്സ് ഓഫ് ബോർഡ്. ഇനി ബോർഡ്സ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ബോർഡ്സിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. അത് നിങ്ങളോട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നിട്ട് എന്താണ് പറയുന്നത്? ഒബ്സർവ് ദ ഷേപ്പ്. വിച്ച് ഓഫ് ദീസ് ഷേപ്പ് ഈസ് മോർ സ്യൂട്ടബിൾ? ഏത് ഷേപ്പാണ് കൂടുതലായിട്ട്
ഫോർ ട്രാവലിംഗ് ത്രൂ വാട്ടർ, വെള്ളത്തിൽ യാത്ര ചെയ്യാൻ സഹായിക്കുന്നത്. ഏതാണ്? എ ബോട്ട് വിത്ത് ദ ഷേപ്പ് ഓഫ് വാട്ടർ എന്താണ് ഹെൽപ്സ് ഇറ്റ് മൂവ് ക്വിക്ക്ലി ഇൻ വാട്ടർ അല്ലേ. അതുപോലെ തന്നെ പിന്നെന്താ ചോദിച്ചിട്ടുള്ളത്, ഡു യു തിങ്ക് ദ ചിൽഡ്രൻ ആർ ഫ്രം ദ സെയിം കൺട്രി? എല്ലാ ചിൽഡ്രൻസും ഒരേ കൺട്രിയിലാണോ? ബേസ്ഡ് ഓൺ ദെയർ അപ്പിയറൻസ് ദേ സീം ടു ബി ഫ്രം diverse backgrounds, so they may be from different countries അല്ലേ. ഹാവ് യു നോട്ടീസ്ഡ് ഹൗ ഫിഷ് മൂവ് ഇൻ വാട്ടർ? നിങ്ങൾ എന്ത് ഫിഷ് എങ്ങനെയാണ് വെള്ളത്തിൽ മൂവ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ മക്കളെ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ്? അതേ ചേഞ്ച്ഡ് ഡയറക്ഷൻ യൂസിങ് ദെയർ ഫിൻസ് ആൻഡ് ടെയിൽ. ഫിൻസും ടെയിലും ഉപയോഗിച്ചിട്ടാണ് അവർ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ചെയ്യുന്നത്. ഹൗ ആർ ദെയർ സ്കാൾസ് അറേഞ്ച്ഡ്? സ്കാൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ടൈറ്റ്ലി അറേഞ്ച്ഡ് സ്കാൾസ് പ്രൊട്ടക്റ്റ് ദം ഫ്രം ഹീറ്റ് ആൻഡ് കോൾഡ്. ടൈറ്റായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്കാൾസ്. അത് ഹീറ്റിൽ നിന്നും കോൾഡിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. വിച്ച് പാർട്ട് ഓഫ് ദെയർ ബോഡി ഹെൽപ്പ് ദം ബ്രീത്ത്? ബ്രീത്തിന് വേണ്ടി സഹായിക്കുന്ന ബോഡി പാർട്ട് ഏതാണ് ഫിഷിൻ്റെത്? ഗിൽസ് ആണ് അല്ലേ. ഗിൽസ് ഹെൽപ്പ് ദം ബ്രീത്ത് ഇൻ വാട്ടർ. ഇനി വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദ ഫിഷ് ലിവ് ഇൻ വാട്ടർ? എന്തൊക്കെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ് ഫിഷിനെ വെള്ളത്തിൽ ജീവിക്കാൻ സഹായിക്കുന്നത്? ദ ബോഡി ഷേപ്പ്, ഫിൻസ്, ടെയിൽ ഫിൻ, അറേഞ്ച്മെൻറ്റ് ഓഫ് സ്കാൾസ് ആൻഡ് സ്ലിപ്പറി നാച്ചർ ഓഫ് ഫിഷ് help them move through water. Fish breathe with the help of gills. What are the special features of these plants? What is special about their stems? What makes them different from other? അല്ലേ, നിങ്ങളെ പാഠഭാഗത്ത് കുറച്ച് പ്ലാന്റ്സിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. 2 പ്ലാന്റ്സിൻ്റെ ചിത്രം കണ്ടോ നിങ്ങൾ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ? എന്താണ്? കള്ളിമുൾച്ചെടികളാണ് അല്ലേ. അതിനെന്താണ് എന്താണ് അതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ സ്റ്റെമ്മിൻ്റെ സ്പെഷ്യൽ എന്താണ്? വാട്ട് മേക്സ് ദം ഡിഫറെൻറ്റ് ഫ്രം അതർ പ്ലാന്റ്സ്? മറ്റുള്ള പ്ലാന്റ്സിൽ നിന്നും എന്തെല്ലാം ഡിഫറെൻ്റ് ആണ് ഈ ഒരു പ്ലാന്റിനെ നിങ്ങൾ കാണുന്നത് എന്ന് നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഡെസേർട്ട് പ്ലാന്റ് ആണ് അല്ലേ. ഡെസേർട്ടിൽ മരുഭൂമിയിലാണ് ഈ പ്ലാന്റ്സ് കാണുക. ഡെസേർട്ട് പ്ലാന്റ്സ് മേക്ക് ഔട്ട് ടു നോ ലീവ്സ്, അതിന് ഇലകളില്ല. ഓർ ഹാവ് സ്മോൾ ലീവ്സ് ഓർ ത്രോൺസ്, മുള്ളുകളാണ് അല്ലേ, കള്ളിമുൾച്ചെടികളാണ്. ദർ സ്റ്റെം ആർ തിക്ക്, സ്റ്റെമ്മ് തിക്കാണ്. ഗ്രീൻ ആൻഡ് ക്യാൻ സ്റ്റോർ വാട്ടർ, അതിലൊരുപാട് വെള്ളം ശേഖരിച്ച് വെക്കാൻ സാധിക്കും. എ വാക്സി കോട്ടിംഗ് ഓൺ ദർ സ്റ്റെം ഹെൽപ്സ് ദം പ്രിവെൻറ്റ് വാട്ടർ ലോസ് അല്ലേ. The deep roots of these plants absorb water from great depths. Such desert plants are known as xerophytes. All these features enable them to survive in the desert. അപ്പോൾ അതിനെന്താ, വെള്ളം ഇല്ലാതെയും കുറേ കാലം ആ ചെടികൾക്ക് ജീവിക്കാൻ സഹായിക്കും. വാട്ട് ഈസ് അഡാപ്റ്റേഷൻ? എന്താണ് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ? പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഹാവ് ബോഡി ഫീച്ചേഴ്സ് that help them survive in their specific environment. Any body feature that helps an organism survive in its environment is called adaptation. അല്ലേ, ഏതൊരു പ്ലാന്റ്സിനും ആനിമൽസിനും അവർക്ക് ഓരോ ബോഡി ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ. അതെന്താണ്? അവരെ അതിജീവിക്കാൻ അവരുടെ ചുറ്റുപാടിനെ നിന്നും അതിജീവിക്കാൻ അതിന് സഹായിക്കും. അതിനെയാണ് അഡാപ്റ്റേഷൻ. ആ ഒരു ബോഡി ഫീച്ചേഴ്സിനെയാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഹാവ് യു ലിസൺ ടു ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ വാട്ടർ ലില്ലി ആൻഡ് ദ ഫ്രോഗ്? ഫ്രോഗും വാട്ടർ ലില്ലിയും തമ്മിലൊരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. ഡിസ്കസ് ആൻഡ് റൈറ്റ് മോർ അബൌട്ട് ദെയർ അഡാപ്റ്റേഷൻ. അപ്പോൾ എന്താണ് വാട്ടർ ലില്ലി പറയുന്നത്? വി ഫ്ലോട്ട് ഇൻ വാട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എയർ സാക്സ് ഇൻ അവർ സ്റ്റെം അല്ലേ. അതുപോലെ ഫ്രോഗ് എന്താ പറഞ്ഞത്? വി ക്യാൻ സ്വിം ഇൻ വാട്ടർ ആസ് അവർ ഫിംഗേഴ്സ് ആർ കണക്റ്റഡ് വിത്ത് സ്കിൻ അല്ലേ. എന്താണ് പറയുന്നത്? ദ ഫ്ലോട്ട് ഇൻ വാട്ടർ ഇൻ ദ ഹെൽപ്പ് ഓഫ് എയർ സോക്സ് ഇൻ അവർ സ്റ്റെം അല്ലേ. അപ്പോൾ എന്താണ് ഫ്രോഗ് പറയുന്നത്? വി ക്യാൻ സ്വിം ഇൻ വാട്ടർ അല്ലേ. എനിക്ക് എന്താണ് അവൻ്റെ സ്കിൻ എങ്ങനെയാണ് കണക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ഫിംഗറിൽ, അതുകൊണ്ട് അത് ഉപയോഗിച്ച് നീന്താൻ സാധിക്കും. വാട്ടർ ലില്ലിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ദേ ഡു നോട്ട് ഡിക്കേ ഇൻ വാട്ടർ. ഫ്രോഗിൻ്റെതോ ദ സ്ലിപ്പറി ബോഡിയാണ്.
Water lily, the leaves float on the water surface. Wax coating on the leaves. Frog, or the feet of frog are shaped to help them swim. അല്ലേ, വാട്ടർ ലില്ലിൻ്റെ എന്താണ് ലീവ്സ് മുകളിൽ ഇങ്ങനെ എന്താണ് വാട്ടറിൻ്റെ മുകളിൽ ഇങ്ങനെ പരന്ന് കിടക്കും അല്ലേ. എന്താണ് അതുപോലെ ഫ്രോഗിൻ്റെ എന്താ, ഫ്രോഗിൻ്റെ ഫീറ്റ് ഷേപ്പാണ് അല്ലേ അതിനെ നീന്താൻ സഹായിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ എയർ കാവിറ്റീസ് ഇൻ ദ ലീഫ് ആൻഡ് പോർഷൻസ് ആണ്. ദ ലിംസ് ഹെൽപ്പ് ടു ദ ഹോപ്പ് ആൻഡ് ഓൺ ലാൻഡ് ആണ്. ഫ്രോഗിൻ്റെയും വാട്ടർ ലില്ലിൻ്റെയും ഒക്കെ പ്രത്യേകതകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഫ്ലവർ റിമൈൻസ് എറക്റ്റ് അബൌട്ട് ദ വാട്ടർ ലെവൽ. അതുപോലെ ഫ്രോഗിൻ്റെ ആണ് ക്യാൻ ബ്രീത്ത് ത്രൂ ദ സ്കിൻ വൈൽ ഇൻ വാട്ടർ ആൻഡ് ഇറ്റ് ക്യാൻ ബ്രീത്ത് ത്രൂ ദ നോട്രൈസ് വൈൽ ഓൺ ലാൻഡ്. സ്ട്രോങ് റൂട്ട് സിസ്റ്റം ആണ് വാട്ടർ ലില്ലിക്ക്. ഫ്രോഗ്സ് ഐസ് എന്താണ് സ്റ്റിക്ക് ഔട്ട് ഓൺ ദ ടോപ്പ് ഓഫ് ദെയർ ഹെഡ്സ് ആണ്. സോ ദേ ക്യാൻ ക്ലിയർലി ബോത്ത് അണ്ടർ ദ എബോവ് വാട്ടർ അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ആ പട്ടിക, ആ ബോക്സ് നന്നായിട്ട് റീഡ് ചെയ്ത് റൈറ്റ് ചെയ്ത് മനസ്സിലാക്കുക കേട്ടോ. ഇനി ഒബ്സർവ് ദ പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ, നിങ്ങളോട് ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് കാണുന്നത്? വേർ ഡു ദീസ് ആനിമൽസ് ലീവ്? ഈ കാണുന്ന ആനിമൽസ് എവിടെയാണ് ജീവിക്കുന്നത്? എന്തൊക്കെയാണ് മക്കളെ ചിത്രത്തിൽ കാണുന്നത്? ഗോട്ടിനെ കാണുന്നുണ്ട് അല്ലേ. ഗോട്ട് എവിടെയാണ് ജീവിക്കുന്നത്? ഓൺ ലാൻഡാണ്, ഭൂമിയിൽ അല്ലേ, ലാൻഡിലാണ് ജീവിക്കുന്നത്. പിന്നെ ശ്രിമ്പ് എവിടെയാണ്? ഇൻ വാട്ടർ. ടർട്ടിലോ? ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ അല്ലേ. Write the name of other animals you are familiar with and complete the table. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ആനിമൽസ് ലീവ് ഓൺ ലാൻഡ്, ലാൻഡിൽ ജീവിക്കുന്ന ആനിമൽസ്. ആനിമൽസ് ലീവ് ഇൻ വാട്ടർ, വാട്ടറിൽ ജീവിക്കുന്ന ആനിമൽസിൻ്റെ പേര് എഴുതാൻ. അതുപോലെ ആനിമൽസ് ലീവ് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ, ലാൻഡിലും വാട്ടറിലും ജീവിക്കുന്ന ആനിമൽസിൻ്റെ പേര് എഴുതാൻ വേണ്ടി ഒരു ബോക്സ് തന്നിട്ടുണ്ട്. എലിഫൻറ്റ്, കൗ, കോട്ട്, ഡോഗ് ഇതൊക്കെ എന്താണ്? ലീവ് ലാൻഡ്സ് ആണ്. ലീവ് വാട്ടറിൽ ഫിഷ്, ഡോൾഫിൻ, വെയിൽ, ഒക്ടോപ്പസ്. അതുപോലെ തന്നെ ആനിമൽസ് ലീവ് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ ഓഫ് ഫ്രോഗ്, ക്രോക്കോഡൈൽ, ടർട്ടിൽ, സീൽ. ഇതൊക്കെ കൂടുതൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അതും കൂടെ കൂട്ടിച്ചേർത്തിട്ട് നിങ്ങൾ ആ ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയെടുക്കുക കേട്ടോ. ആനിമൽസ് ആൾസോ ലിവ് ഇൻ ഡെസേർട്ട് ആൻഡ് പോളാർ റീജിയൻസ് അല്ലേ. ഡെസേർട്ടിൽ ജീവിക്കുന്നത് ഏതൊക്കെയാണ്? ഡെസേർട്ട്സിൽ ക്യാമൽ, കങ്കാരു, റാറ്റ്സ്. പോളാർ റീജിയനിലോ പെൻഗിനാണ് അല്ലേ. What are their adaptations? Camel have humps to store water. Kangaroo rats survive without drinking water. അല്ലേ, അതൊക്കെയാണ് അവരുടെ ആ ബോഡി ഫീച്ചേഴ്സാണ്. അതിനെയാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. പെൻഗിൻസ് ഹാവ് തിക്ക് ഫാറ്റ് അണ്ടർ ദെയർ സ്കിൻ കോൾഡ് ബ്ലംബർ വിച്ച് ഹെൽപ്പ് ഓഫ് ദം സ്റ്റേ വാം ഇൻ ഫ്രീസിങ് വാട്ടേഴ്സ് അല്ലേ. ഓരോ ആനിമൽസിനുമുള്ള ബോഡി ഫീച്ചേഴ്സിനനുസരിച്ചിട്ടാണ് അതിനെയാണ് എന്ത് പറയുന്നത്? അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഫൈൻഡ് അതർ അഡാപ്റ്റേഷൻ ഓഫ് ക്യാമൽ ആൻഡ് പെൻഗിൻ. ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ടേബിൾ. ക്യാമിൻ്റെയും പെൻഗിൻ്റെയും അതർ എന്താണ് അഡാപ്റ്റേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിവിടെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ക്യാമലിൻ്റെയും പെൻഗിൻ്റെയും എന്താണ് കൂടുതൽ അഡാപ്റ്റേഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളോട് ഡിസ്കസ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള എക്സാംസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ ആൻസേഴ്സ് ആണ് കേട്ടോ. എന്താണ് ക്യാമലിൻ്റെയും പെൻഗിൻ്റെയും അത് നോക്കി വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എഴുതിയെടുക്കാൻ കേട്ടോ. വെറുതെ എഴുതിയെടുക്കരുത്, മനസ്സിലാക്കി എഴുതിയെടുക്കുക. അതുപോലെ ഒബ്സർവ് ദ പിക്ചർ അല്ലേ. വി ഹാവ് എവ്രിതിങ് വി നീഡ് ടു ലിവ് ഇൻ ഫീൽഡ്. അതുപോലെ തന്നെ ഫിഷ് എന്തോ പറയുന്നുണ്ട് അല്ലേ. വി ഹാവ് എവ്രിതിങ് വി നീഡ് ഇൻ ദ പോണ്ട്. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് നിന്ന് കിട്ടുന്നുണ്ടെന്ന് കൊക്ക് പറയുന്നുണ്ട്. ഫിഷ് പറയുന്നതോ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഞങ്ങൾക്ക് ഈ വാട്ടർ പോണ്ടിൽ നിന്ന് അല്ലെ കുളത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. വാട്ട് ഡസ് എ സ്റ്റോക്ക് ഗെറ്റ് ഫ്രം ദ ഫീൽഡ്? എന്തൊക്കെയാണ് സ്റ്റോക്കിന് ഫീൽഡിൽ നിന്ന് കിട്ടുന്നത്? സ്മോൾ ഓർഗാനിസംസ് അല്ലേ, ചെറു ജീവികളെ, സ്മോൾ ഫിഷസ്, എർത്ത് വേംസ്, ഇൻസെക്ട്സ്. വാട്ട് ഡസ് എ ഫിഷ് ഗെറ്റ് ഫ്രം ദ പോണ്ട്? പ്ലേസ് ടു ലീവ്, ഫുഡ്, ഓക്സിജൻ ഫോർ ബ്രീത്തിങ്. ഇനി അതുപോലെ തന്നെ കുളത്തിൽ നിന്നും അല്ലേ നമ്മൾ പറഞ്ഞു. ഇനി ഹാബിറ്റേറ്റ്. ദ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ലിവ് ഈസ് ഇറ്റ്സ് ഹാബിറ്റേറ്റ്. എ ഹാബിറ്റേറ്റ്സ് കണ്ടെയ്ൻസ് എവ്രിതിങ് ദാറ്റ് ദ ഓർഗാനിസംസ് നീഡ് ടു സർവൈവ്. പോൺസ്, റിവേഴ്സ് ആൻഡ് ഫീൽഡ് ആർ എക്സാമ്പിൾസ് ഓഫ് ഹാബിറ്റേറ്റ്സ്. ഹാബിറ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അവർ ഹാബിറ്റേറ്റ്സ് അവർ നിലനിൽക്കുന്ന ആ സ്ഥലം അല്ലേ. ഡിസ്കസ്, ഫൈൻഡ് ആൻഡ്
റൈറ്റ് മോർ എക്സാമ്പിൾസ് ഓഫ് ഹാബിറ്റേറ്റ്സ്. ഏതൊക്കെയാണ് ഹാബിറ്റേറ്റ്സിന് ഉള്ള എക്സാമ്പിൾ? ട്രീ അല്ലേ, ട്രീ ആണ്. പോൺസ്, റിവേഴ്സ്, ഫീൽഡ്സ്, മൗണ്ടെയ്ൻസ്, മൗണ്ടെയ്ൻസ് പറഞ്ഞാൽ മലകൾ അല്ലേ. സീ, കടൽ. ഡെസേർട്ട്, ഡെസേർട്ട് എന്താണ്? മരുഭൂമിയാണ് അല്ലേ. ട്രീ, പോൺസ്, റിവേഴ്സ്, ഫീൽഡ്സ്, മൗണ്ടെയ്ൻസ്, സീ, ഡെസേർട്ട്, ഇതൊക്കെ ഹാബിറ്റേറ്റ്സിന് എക്സാമ്പിൾസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റേറ്റ്സ് കണ്ടോ. ഒബ്സർവ് ദ പിക്ചർ നന്നായിട്ട് നോക്കിക്കേ. ആ പിക്ചറിൽ ഒരുപാട് കാര്യങ്ങൾ ഹാബിറ്റേറ്റ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റേറ്റ്സ് അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റേറ്റ്സ് അവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഏതൊക്കെയാണത്? റൈറ്റ് ഡൗൺ ദെയർ നെയിംസ്. റിവർ കാണുന്നുണ്ട്, ഡെസേർട്ട് കാണുന്നുണ്ട്, പോളാർ റീജിയൻ കാണുന്നുണ്ട്, മൗണ്ടെയിൻ കാണുന്നുണ്ട്, ഫോറസ്റ്റ് കാണുന്നുണ്ട്, സീ കാണുന്നുണ്ട് അല്ലേ. ഇതൊക്കെ ആ പിക്ചറിൽ കാണുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റേറ്റ്സ് ആണ്. കണ്ടില്ലേ? നിങ്ങൾ ചിത്രം നന്നായിട്ട് നോക്കുക, എന്നിട്ട് മനസ്സിലാക്കി നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. അടുത്തത് എ ഫീൽഡ് ഈസ് എ ഹാബിറ്റേറ്റ്. ഒരു ഫീൽഡ് എന്ന് പറഞ്ഞത് ഹാബിറ്റേറ്റ് ആണ്. ഇറ്റ് ഹാസ് മെനി ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ ഇറ്റ്. അതിലെന്താണ്? ജീവനുള്ളതും ജീവനില്ലാത്തതും ഉണ്ട് അല്ലേ. നോൺ ലിവിങ് തിങ്സും ഉണ്ട്, ലിവിങ് തിങ്സും ഉണ്ട്. വിച്ച് ആർ ദേ? ഡിസ്കസ് ആൻഡ് റൈറ്റ്. ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും അവിടെ എഴുതിയിട്ടുണ്ട്, മനസ്സിലാക്കുക. ദർ ആർ നാച്ചുറൽ ഹാബിറ്റേറ്റ്സ് ആൻഡ് മാൻ മെയ്ഡ് ഹാബിറ്റേറ്റ്സ്. ഫോറസ്റ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ ഹാബിറ്റേറ്റ്സ്. വാട്ട് അബൌട്ട് ദ ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഇൻ യുവർ സ്കൂൾ? എന്താണ്? ബയോഡൈവേഴ്സിറ്റി മാൻമെയ്ഡ് ആണ് അല്ലേ, മാൻമെയ്ഡ് ഹാബിറ്റേറ്റ്സ് ആണ്. പക്ഷെ ഫോറസ്റ്റ് എന്താണ്? നാച്ചുറൽ ഹാബിറ്റേറ്റ്സ് ആണ്. ഫൈൻഡ് ആൻഡ് റൈറ്റ് ഡൗൺ മോർ എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഹാബിറ്റേറ്റ്സ് അല്ലേ. മനുഷ്യനിർമ്മിതമായിട്ടുള്ള എന്താണ് ഹാബിറ്റേറ്റ്സിനെയും പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഹാബിറ്റേറ്റ്സിനെയും എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നാച്ചുറൽ ഹാബിറ്റേറ്റ്സിന് എന്താണ്? ഫോറസ്റ്റ് ആണ്. മാൻമെയ്ഡ് ഹാബിറ്റേറ്റ്സ് എന്താണ്? ടൗൺസ് ആണ് അല്ലേ. അതുപോലെ പോൺസ് നാച്ചുറൽ ഹാബിറ്റേറ്റ്സ് ആണ്. മാൻമെയ്ഡ് ഹാബിറ്റേറ്റ്സ് എന്താണ്? ഫാം ലാൻഡ്സ് ആണ്. ഡെസേർട്ട് നാച്ചുറൽ ഹാബിറ്റേറ്റ്സ് ആണ്. മാൻമെയ്ഡ് ഹാബിറ്റേറ്റ്സ് എന്താണ്? ബയോഡൈവേഴ്സിറ്റി പാർക്ക് അല്ലേ. അതൊക്കെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഹാബിറ്റേറ്റ്സ് ആണ്. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ളതും മാൻമെയ്ഡ് ആയിട്ടുള്ളതും മനസ്സിലാക്കി വെക്കുക. അടുത്തത് വാട്ട് ആർ ദ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഓഫ് ദ ഹാബിറ്റേറ്റ്സ് ആൻഡ് ഹൗ ഡു ദേ ഡിപ്പെൻഡ് ഓൺ എർത്ത് ഈച്ച് അതർ? A habitat contains many living and non-living things. Plant, animals and microorganisms are example of living things. Soil, air, water or sunlight are the main non-living things. അല്ലേ. ഇനി ഒബ്സർവ് ദ പിക്ചർ ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഫൈൻഡ് ഔട്ട് ഹൂ ഡിപ്പെൻഡ്സ് ഓൺ ഹൂ. ഡ്രോ ലൈൻ ടു കണക്ട് ദം ആൻഡ് പ്രിപ്പയർ എ നോട്ട് അല്ലേ. ഓരോന്നും കണക്റ്റ് ആക്കിക്കൊണ്ട് നോട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ എഴുതും? ഗ്രാസ് ഹോപ്പർ ഈറ്റ് ഗ്രാസസ് അല്ലേ. ഗ്രാസ് ഹോപ്പർ ഗ്രാസ് ഈറ്റ് ചെയ്യും. ഫ്രോഗ് ഈറ്റ് ഇൻസെക്ട്സ് ലൈക്ക് ഗ്രാസ് ഹോപ്പേഴ്സ്. സ്നേക്സ് ഈറ്റ് ഫ്രോഗ്. ദ ബേർഡ് ലൈക്ക് ഈഗിൾസ് ഈറ്റ് ദ സ്നേക്സ്. സം ബേർഡ്സ് ഈറ്റ് സ്മോൾ ക്രിയേച്ചേഴ്സ്, ഫിഷ് ആൻഡ് എർത്ത് വർംസ്. Animals need water and air. The non-living components such as air, water, soil and sunlight are also required for plants to grow. What is an ecosystem? എന്താണ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ? An ecosystem is an environment where living and non-living things live in a interdependence. Trees, fields, ponds, streams, hills, എന്താണ് സാക്രഡ് ഗ്രോസ്, അതായത് കൗക്കാല്, അതൊക്കെ എന്താണ്? കാവുകളാണ് കേട്ടോ. ആർ സ്മോൾ എക്കോസിസ്റ്റമാണ്. ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട്, സീസ് ആൻഡ് പോളാർ റീജിയൻ ആണ് എന്താണ്? ലാർജ് എക്കോസിസ്റ്റമാണ്. വാട്ട് ഈസ് ദ ഇന്റർഡിപെൻഡൻസസ് ഇൻ എക്കോസിസ്റ്റം? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. Between living and non-living things. Example, the fish live in the water. Between living things, snake eat rats and fox. Between non-living things അല്ലേ. ഇനി ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം. ഡിസ്ട്രക്ഷൻസ് ഓഫ് എക്കോസിസ്റ്റം എന്താണ്? യു ക്യാൻ സീ ആസ് ഇൻ മെനി ഏരിയ ഇൻ യുവർ പ്ലേസ്. ഈസ് ദർ എനിവൺ ഹൂ ഹാസ് ഇൻ ക്ലൈംബ്ഡ് എ ഹിൽ? We provide habitat for so many organisms, from earthworms to foxes and also for a variety of plants. We store rainwater and later provide that water to wells, streams and fields. We can control the mind and reduce the heat.
What are the harmful effects to vanishing of hills? The organisms on the hill lost their home, plants perish, streams dry, water scarcity occur, natural calamities occur. What are the human activities and are harmful to the ecosystem? Discuss and write. എന്തൊക്കെയാണ് demolition of hills, excessive use of pesticide, deforestation, field filling, disposal of plastic waste, destructions, pollutions. Listen to what an earthworm says. എന്താണ് earthworms പറയുന്നുണ്ട് അല്ലേ? We are known as the friends of farmers. Now we cannot live in the soil due to the pollution. Have you read what the earthworms said? earthworm എന്താ പറയുന്നത്? ഞങ്ങൾ ഫാമേഴ്സിൻ്റെ ഫ്രണ്ട്സാണ്, പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ മണ്ണിൽ ജീവിക്കാൻ, മണ്ണിൻ്റെ പൊല്യൂഷനെ കൊണ്ട് മണ്ണിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല. എന്തൊക്കെയാണ്? എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ് in farms, excessive use of chemical fertilizers, insufficient agricultural practice, spillage of chemical substances, constructions and development, etc. Chemical that flow into water also pollute the soil. How does soil polluted affect the ecosystem? Soil pollution destroyed the natural structure and fertility of the soil. Soil pollution is harmful to useful creatures like earthworms. What are the other factors which get polluted like this in our surroundings? എന്തൊക്കെയാണ് പൊല്യൂട്ട് ചെയ്യുന്നത്? വേറെ കാര്യങ്ങൾ എയർ പൊല്യൂഷൻ ഉണ്ട് അല്ലേ? എയർ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? വാട്ടർ ഉണ്ട് അല്ലേ? അതൊക്കെ other factors ആണ്. Observe the picture and find out the suitable of situations of air pollution. എന്തൊക്കെയാണ്? ഒരു 2 പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ്? ബേണിംഗ് ഓഫ് വേസ്റ്റ് അല്ലേ? വേസ്റ്റ് കത്തിക്കുന്നത്, ഇൻക്ലൂഡിങ് പ്ലാസ്റ്റിക്, ബേണിംഗ് ഓഫ് ഫോസിൽസ് ഫ്യൂവൽസ് അല്ലേ? അതുപോലെ തന്നെ ഡിസ്കസ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഹാംഫുൾ എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ ആണ്. എയർ പൊല്യൂഷൻ്റെ എന്താണ് ഹാംഫുൾ എഫക്ട്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എയർ പൊല്യൂഷൻ ക്യാൻ ഹാവ് harmful effect in our health. Every year about 7 million people die in the world due to various diseases caused by air pollution. Air pollution can have a harmful effect not only on humans അല്ലേ? In which circumstances does water get polluted? Plastic waste എന്താണ് reaching water bodies, spillage of chemical substance, water from sewage, throwing organic waste into water sources, washing vehicles അല്ലേ? ഒക്കെ എന്താണ്? how does water pollution affect living things and humans? Drinking water gets polluted. Decrease in the level of oxygen in water causes various waterborne diseases like cholera, typhoid and Jongi. Destroys ecosystems. Chemical that flow into water affect organisms including humans through plants and aquatic organisms. അതുപോലെ തന്നെ chemicals that flow into water also pollute the soil. Natural disasters cause great damage to the environment and living things. Natural disasters can occur due to natural causes or human interference. Which all natural disasters do you know? Find the write them down. Which all natural disasters do you know? നിങ്ങൾക്കറിയാവുന്ന നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൻ്റെ പേരെഴുതാൻ അല്ലെ റൈറ്റ് ആൻഡ് ഡൗൺ താഴെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് ഓൾ ഏതൊക്കെയാണ് ഡിസാസ്റ്റേഴ്സ്? ഏതൊക്കെയാണ്? ലാൻഡ് സ്ലൈഡ്. എന്തൊക്കെയാണ് ലാൻഡ് സ്ലൈഡ്? എർത്ത് നാച്ചുറൽ അല്ലേ? പ്രകൃതി ദുരന്തങ്ങൾ. ലാൻഡ് സ്ലൈഡ്, എർത്ത് ഫോറസ്റ്റ് ഫയർ, ഫ്ലഡ്, ഡ്രോട്ട്, സ്ട്രോം, പിന്നെന്താ സുനാമി, വോൾക്കാനിക് എറപ്ഷൻ അല്ലേ? വാട്ട് പ്രിക്കഷൻസ് ഷുഡ് ബി ടേക്കൺ ഇഫ് എ ഫ്ലഡ് വാമിംഗ് ഇൻ റിസീവ്ഡ്? എന്തൊക്കെ പ്രിക്കഷൻസ് നമുക്ക് എടുക്കാം? പീപ്പിൾ റീസൈഡിങ് ലോങ് റിവർ ബാങ്ക് ഷുഡ് മൂവ് ടു ഹയർ ഗ്രൗണ്ട് ആസ് ഫാസ്റ്റ് ആസ് ദേ ക്യാൻ അല്ലേ? The following precautions may be adopted to
avert the danger of flooding. Do not build houses on the river bank. Do not reclaim the paddy field. They are the natural sinks for rainwater. Construct bond on the river banks. How do the harmful activities to man affect an ecosystem? ഹാംഫുൾ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എക്കോസിസ്റ്റത്തിനെ? ഡിഫോറസ്റ്റേഷൻ ആണ് അല്ലേ. ഡിഫോറസ്റ്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്തെല്ലാമാണ് ഉള്ളത്? ഫീൽഡ് ഫില്ലിങ്, ഡിസ്പോസൽ ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ്, ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഹിൽ, സാൻഡ് മൈനിങ്, എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് അല്ലേ. What are the activities that we can do to protect our environment? Forestation, make a medical plant garden, gardening, biodiversity park, creating environmental awareness, reduce the use of plastic materials, the use of paper bag and ink pens, making posters and leaflets, cleaning the environment. ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് നമ്മളെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടി എടുക്കാവുന്ന പ്രവർത്തനങ്ങളാണ് അല്ലേ. ഈ പറഞ്ഞതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴിയായിട്ട് എന്നെ അറിയിക്കുക. അപ്പോൾ ഒരുപാട് പോരായ്മകളും ഒക്കെ ഉണ്ടാകും. നിങ്ങൾ കമൻറ്റ് അയക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ പോരായ്മകൾ അറിയാം. കൂടുതൽ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ക്ലീനിങ് ദ എൻവയോൺമെൻറ്റ്, കൺസർവേഷൻ ഓഫ് വാട്ടർ, മേക്കിംഗ് മഡ് വാള്, മേക്കിംഗ് ബയോഫെഞ്ചിങ്, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന ആക്ടിവിറ്റീസാണ്. ഇനി പാഠഭാഗം ബന്ധപ്പെട്ടിട്ട് ലെറ്റ് അസസ്, നമുക്കൊന്ന് അസസ് ചെയ്യാം. കണക്ട് ദ ഓർഗാനിസം വിത്ത് ദെയർ ഹാബിറ്റേറ്റ്സ്, ഓർഗാനിസവും ഹാബിറ്റേറ്റ്സും തന്നിട്ടുണ്ട്. വെയിൽ, ഫോറസ്റ്റ്, പെൻഗിൻ, ഓഷ്യൻ, സ്പോട്ടഡ് ഡിയർ, ഡെസേർട്ട്, ക്യാമൽ, പോളാർ റീജിയൻ. എങ്ങനെ നമുക്ക് ഓർഗാനിസംസിനെയും ഹാബിറ്റേറ്റ്സിനെയും മാർക്ക് ചെയ്യാം? അത് വെയിൽ ഏതാണ്? വെയിൽ ഓഷ്യനിലാണ്, പെൻഗിനാണ് പോളാർ റീജിയന്, അടുത്തത് എന്താണ്? സ്പോട്ടഡ് ഡിയർ എവിടെയാണ്? ഫോറസ്റ്റ് ആണ്, ക്യാമൽ ഡെസേർട്ടാണ്. വിസിറ്റ് ആൻ എക്കോസിസ്റ്റം ഇൻ യുവർ ഏരിയ ആൻഡ് റൈറ്റ് ഡൗൺ ദ നെയിം ഓഫ് ദ ഓർഗാനിസംസ് യു ഫൈൻഡ് ഔട്ട് ദെയർ ഇൻ്റർഡിപ്പെൻഡൻസസ്. എക്കോസിസ്റ്റം വിസിറ്റ് റിപ്പോർട്ട് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി നോക്കുക. നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ സഹായത്തോടെ എന്ത് ചെയ്യുക, നിങ്ങൾ അടുത്തുള്ള എക്കോസിസ്റ്റം പോയിട്ട് വിസിറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ടൊക്കെ എഴുതിയെടുക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ കാണിച്ചു തരികയാണ്. ഇതുപോലെ വേണം നിങ്ങൾ നിരീക്ഷിച്ചിട്ട് എഴുതാൻ കേട്ടോ. ഇതുപോലെ തന്നെ ഇതൊരു എക്സാമ്പിളാണ്. ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. ഓരോന്ന് എഴുതുമ്പോഴും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ കണ്ടെത്താനും സ്പെല്ലിംഗ് ഇല്ലാതെ എഴുതാനും ഒക്കെ പഠിയും കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് എന്താണ്? നമ്മൾ ഈ പാഠം മുഴുവനായിട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ പാഠഭാഗത്തിൻ്റെ ലാസ്റ്റ് അസസ്മെൻ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക കേട്ടോ. റീഡ് ദ ടേബിൾ ബിലോ ആൻഡ് കണക്ട് ദ ഓർഗാനിസംസ് ആൻഡ് ഇറ്റ്സ് അഡാപ്ഷൻസ് അല്ലേ. ഫ്രോഗ് ഉണ്ട്, ഫിഷ് ഉണ്ട്, അതുപോലെ ആമ്പൽ അല്ലേ, വാട്ടർ ലില്ലി ഉണ്ട്, ക്യാമൽ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ എന്തൊക്കെയോ തന്നിട്ടുണ്ട്. അത് കണക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഫ്രോഗിൻ്റെ ബ്രീത്ത് ത്രൂ ദ സ്കിന്നാണ് അല്ലേ. ഫിഷിൻ്റെത് ബ്രീത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസ് ആണ്. ഇനി വാട്ടർ ലില്ലിയോ ദ ലീവ്സ് ഹാവ് വാക്സി കോട്ടിംഗ് ആണ്. അതുപോലെ ക്യാമലിൻ്റെ പോസസ് ഫ്ലാറ്റ് ഫീറ്റ് ദാറ്റ് ഡു നോട്ട് സിങ്ക് ഇൻ സാൻഡ് ആണ്. അതുപോലെ കാച്ചസ് അല്ലേ, കൽമുള്ളിച്ചെടി സ്റ്റോർ വാട്ടർ ഇൻ ദ സ്റ്റെമ്മ്. അപ്പോൾ ഓരോന്നും ഈ പാഠം മുഴുവനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് കണ്ടെത്താനേ ഉള്ളൂ. അപ്പോൾ അടുത്ത പാഠവും നിങ്ങൾക്ക് വേണ്ട പാഠഭാഗങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.